നിങ്ങൾക്ക് ആരെങ്കിലും ശംഭു എന്ന് പേര്? കവി അതെന്നെ സംഭവം അറിയോ? നമ്മുടെ ഈ ക്ലബിന്റെ ഒരു പ്രവർത്തകൻ ശംഭു വെച്ച് ക്യാൻസർ വന്ന് മരിച്ചു. അപ്പൊ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ്. ശംഭു വെച്ചാൽ ക്യാൻസർ പിന്നെ പറയണ്ടേ? ശരി, തിരികെ കയറ്റി വെച്ചേക്കുവായിരുന്നല്ലേ ഒരു കിരികിരിപ്പ്. ആ കിരികിരിപ്പിൽ രണ്ടുപേരും കവിത നമ്മുടെ ആളുകൾക്ക് വേണ്ടി. പ്രിയമുള്ളവരുടെ അന്തസ്ഥിതിക്ക് നിങ്ങൾ കേൾക്കും വേണ്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ ഇവിടെ ഊരിടുന്നൊക്കെ കൊള്ള എടുത്തോണ്ട് പോക്കോണം. നാളെ ഇതിലെ പട്ടി അടിച്ചോണ്ട് നടക്കുന്ന ഞങ്ങള് കാണരുത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കവിതയുടെ രണ്ടുപേരി ഉരുവിടാം, ചൊല്ലാം, പാടാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, കവിതയിലേക്ക് കിടക്കുമ്പോൾ ഒരു അപേക്ഷയുണ്ട്. ഈ ഫ്രണ്ടിൽ അംഗീകരിക്കുന്ന കൊച്ചുകുട്ടികൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, അറ്റാക്ക് വന്നവർ, വരാൻ സാധ്യതയുള്ളവർ, ഗർഭിണികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു 50 മീറ്റർ പുറകിലേക്ക് ഇറങ്ങി സഹകരിക്കുക പ്ലീസ്. അതിനകത്ത് ആ കമ്പക്കെട്ട് നടത്താൻ പോവാണ്. കവിതയ്ക്ക് ഇത്തരം പവറുണ്ടോ? എന്റെ കവിത കേൾക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകും. അതിനകത്ത് ആ മുളകൂടി എതിറിയിട്ടാണോ പാടാൻ പോണത്? കഷ്ടമുള്ളത് അത്രയ്ക്ക് ദുഃഖസാന്ദ്രമായ കവിതയാണെന്നുണ്ട്. അങ്ങനെ എന്റെ കവിത കേൾക്കുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവർ പൊട്ടിക്കരയും. ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും കരയല്ല. ഞാൻ താമസിച്ചിട്ട് ഒറ്റ ടീം കരയത്തില്ല ഇവിടെ. ആണോ? നിങ്ങൾ ഇവൻ കരയും? ഞാൻ കരയത്തില്ല. എന്നാ എത്താൻ കരയും. എന്റെ അപ്പം ചത്തട്ട് ഞാൻ കരച്ചിട്ടില്ല. പിന്നെയാണ് എന്നാ ആരെങ്കിലൊക്കെ കഴിയും. എത്ര രൂപ വെച്ച്? 1000 രൂപ വെച്ച്. എന്തിന് 1000? 10,000 വെച്ച്. 10,000 വെച്ച് പുള്ളിയുടെ കവിത കേട്ടാൽ നമ്മൾ ആരെങ്കിലും കരയുമെന്നാണ് പറഞ്ഞത്. കവിതയിലേക്ക് പോവാം. പ്രിയമുള്ളവർ, എന്റെ കവിതയിൽ കിടക്കുന്നു. എന്റെ കവിതയുടെ പേരാണ് അമ്മേ ആരാണ് എന്റെ അച്ഛൻ. അത് ഇതുവരെ തീരുമാനമായില്ല. തർക്കത്തിൽ കിടക്കുക. ഓക്കെ, പുള്ളി മദ്യപിച്ചിട്ടാണ്. നിങ്ങൾ അത് വിട്ടേ. കവിതയിലേക്ക് പോകും. കവിത. പ്രിയമുള്ളവരെ, കവിതയിലേക്ക് കിടക്കുന്നു. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. കവിത. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. ഏത് സാധനം അടിച്ചേക്കണെന്നുള്ളതാണ്. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. ഇവിടെ പട്ടി വെച്ച് വിളമ്പുണ്ടോ? അയ്യോ, പട്ടി വെക്കണല്ല. നിങ്ങളുടെ കവിത കേട്ട് പുള്ളി പൊട്ടിക്കരഞ്ഞതാ. പുള്ളിയുടെ കവിത കേട്ട് പൊട്ടിക്കരഞ്ഞോ? പിന്നെ ആരാണ് ഈ തന്തയില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കെന്ന് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. ആവശ്യത്തിനായില്ല. പിന്നെ ഈ പുള്ളി കവിയാണ് അലക്ക മെഷീൻ. എന്ത് കഷ്ടമാണ്. ഒരു പരിപാടി നടക്കുമ്പോൾ ഷെയർ കയറി വന്നിട്ട് അലമുണ്ടാക്കണോ വേണ്ടത്? ഇയാളെ മാറി. പ്രിയമുള്ളവരെ, ഇനി ഓഡിയൻസിൽ നിന്ന് ഒരാളെ വെച്ചിട്ട് സമ്മാനം ഞാൻ ഓഡിയൻസിൽ കയറി വന്നത്. ശരി, എന്തായാലും ഞാൻ ഈ ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കും. ഇതിന് കൃത്യമായിട്ട് ചേട്ടൻ ആൻസർ പറഞ്ഞാൽ പുള്ളിക്ക് ഞാൻ ഒരു മനോഹരമായ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് ചേട്ടൻ ചോദിക്കും, ഇവിടെ ലാലേട്ടൻ ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ലാലേട്ടൻ ഫാൻസ് ഉണ്ടല്ലോ. ലാലേട്ടൻ ഫാൻസ് ഒന്ന് കൈയടിച്ച്. ഓക്കെ, ലാലേട്ടൻ അഭിനയിച്ച സ്ഫടികം എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ഞാൻ പറയും. അത് ചേട്ടൻ കൃത്യമായിട്ട് അഭിനയിച്ചു കാണിച്ചാൽ ചേട്ടന് മനോഹരമായ സമ്മാനമാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഡയലോഗ് ഇതാണ്: മുട്ടനാട്ടിലെ ചങ്കിലെ ചോര, അതാണ് എന്റെ ആരോഗ്യം, അതാണ് എന്റെ ജീവൻ ഡോൾ. മുട്ടനാട്ടിലെ ചങ്കിലെ ചോര, അതാണ് എന്റെ ആരോഗ്യം, അതാണ് എന്റെ ജീവൻ ഡോൾ. ഓക്കെ, റെഡി, ആക്ഷൻ. എവിടെ പോകുന്നത്? ആക്ഷൻ കാണിച്ചത് ഓവർ ആക്ഷൻ ആണ്. ഡയലോഗ് പറ: മുട്ടനാട്ടിലെ ചങ്കിലെ ചോര, അതാണ് എന്റെ ആരോഗ്യം, അതാണ് എന്റെ ജീവൻ ഡോൾ. ആക്ഷൻ. മുട്ടനാടിന്റെ ചന്തിയിലെ ചോര. മുട്ടനാടിന്റെ ചന്തി ചോരയോ? മുട്ടനാടിന്റെ ചന്തി ചോരയോടോ? അല്ല, മുട്ടനാടിന്റെ ചന്തി ചോര ഇല്ലേ? മുട്ടനാടിന്റെ ചന്തി എന്നൊക്കെയാണോ പറയണത്? പിന്നെ ചന്തിക്ക് പിന്നെ ചന്തി എന്നല്ല സൽമാൻ ഖാൻ എന്ന് പറയാൻ പറ്റും. ഇത്ര ആൾക്കാരുടെ ഫാമിലിയായിട്ട് പരിപാടി കാണാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ചന്തി എന്നാണോ പറയണത്? നിങ്ങൾ കേട്ടല്ലേ, ഞാൻ ചന്തി എന്നാണോ പറഞ്ഞത്? അതിനോ മുട്ടനാടിന്റെ ചന്തിയിലെ ചോരയാണോ ചന്തി? ഞാൻ ചന്തി എന്നാണല്ലോ പറഞ്ഞത്. ഒരു മാന്യത വേണം. ചന്തി ഞാൻ ഒരു ചന്തിയല്ലേ പറഞ്ഞു. ഇപ്പം ചന്തി കൊണ്ട് സംസ്ഥാന സമ്മേളനം നടത്തുവോ? അതെ, ഇയാളെ വെച്ച് പരിപാടി പറ്റില്ല. ഇയാൾ ഇറങ്ങിപ്പോയി. അല്ല, ഇയാളെ വെച്ച് പറ്റില്ല. പിന്നെ എന്റെ നാട്ടിൽ വന്നിട്ട് നടക്കല്ലോ മോനെ. എനിക്കൊരു പ്രോത്സാഹന സമ്മാനം അങ്ങനെ തരാതെ നീ ഇവിടുന്ന് പോവുകയാണ്. ഇവര് പറയട്ടെ പ്രോത്സാഹന സമ്മാനം കൊടുക്കണമെന്ന്. ഒരു പ്രോത്സാഹന സമ്മാനം എനിക്ക് കിട്ടാൻ വേണ്ടി ഒരു കൈയടി തന്നു. അങ്ങനെയാണ് കഴിഞ്ഞിട്ട് ബ്ലഡി ഫുൾ തുപ്പിടുകയോ? നീ ആരാന്നാണ് അതിന്റെ വിചാരം? ആനന്ദക്കണ്ണീര് കേട്ടോ. എന്നാൽ അവൻ എൻ്റെ പെർഫോമൻസ് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈ ഇടുക.